മോർ ദാൻ ഒരു 13 ലക്ഷം രൂപയുടെ എക്സ്ട്രാ അഡീഷണൽ വർക്ക് വണ്ടിക്ക് വന്നിട്ടുണ്ട്. 13 ലക്ഷം രൂപ നെറ്റ് എക്സ്ട്രാ. അതും ഇപ്പോൾ റീസെൻ്റ്ലി പെർഫോമൻസ് ആണ് മെയിൻലി. ഇത് കോമ്പോസിറ്റ് പെർഫോമൻസ് ശരിക്കും ഒരു അണ്ടർ റേറ്റഡ് ആണ്. പക്ക ഒരു പ്രീമിയം ഫീല് തന്നെ കിട്ടുന്നൊരു വണ്ടിയാണ്. വണ്ടി ഭയങ്കര ഗ്രിപ്പാണത് ശരിക്കും. അത് എൻക്വയറി കുറച്ച് കൂടുതലുണ്ട്. അതെ, പുതിയ ഷേപ്പിനാണോ പഴയ ഷേപ്പിനാണോ? പുതിയതിനേക്കാൾ കൂടുതൽ പഴയ ഷേപ്പിലേക്ക് ആണ് കൂടുതലും ഇത് വരുന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ എറണാകുളത്ത് ആലുവയിലുള്ള ഓസ്കാർ യോസ്കാസിൽ വന്നിരിക്കുകയാണ്. ചെറുതല്ല, കുറച്ച് സുഖമായിട്ട് പോകണം. കുറച്ച് നാളത്തെ ഇടവേള ഉണ്ടായിരുന്നു. കുറച്ച് നാളത്തെ ഇടവേള വന്നു. ഓക്കെ, സുഖമായിട്ട് പോകുന്നു. സുഖമായിട്ട് പോകുന്നു. ഒന്ന് ക്ഷീണിച്ചല്ലോ മൊത്തത്തിൽ. നോമ്പൊക്കെ നോമ്പ് കഴിഞ്ഞില്ല അതിൻ്റെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് പ്രീമിയം സെഗ്മെന്റ് വണ്ടികൾ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ സെമി പ്രീമിയം അല്ലേ? അതെ, അതാണ് കാണിക്കുന്നത് കൂടുതലുള്ളത്. ഓക്കെ, ലൊക്കേഷൻ വരുന്നത് ആലുവയിലാണ്. ആലുവ പറവൂർ ജംഗ്ഷൻ്റെ അടുത്തായിട്ടാണ് കറക്റ്റ് ലൊക്കേഷൻ അല്ലേ? ഓക്കെ, കോൺടാക്ട് നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അപ്പോൾ മാക്സിമം വില നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും, ഉറപ്പല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ. ബാക്കി ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമരുത്. അതേപോലെ നിങ്ങളുടെ കാറ് നിങ്ങൾ വിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. മാക്സിമം വിലയിൽ നിങ്ങളുടെ കാറ് ഞങ്ങൾ വാങ്ങുന്നതായിരിക്കും. ഞങ്ങളുടെ പുതിയ ആപ്ലിക്കേഷനാണ് മേരക്കാസ്. അപ്പോൾ അതിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാറ് വിൽക്കാനുണ്ടെങ്കിൽ ഈ കൊടുത്ത നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. പെട്ടെന്ന് തന്നെ ഇവാലുവേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ കാറ് വിൽക്കാൻ സാധിക്കും. ആർസി ട്രാൻസ്ഫറിനെ പറ്റി ഒന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ബാക്കി ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. തീർച്ചയായിട്ടും. ആദ്യ വാഹനം ജീപ്പ് കോമ്പസ് ആണ്. KL 42 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. പറവൂർ അല്ലേ? ഓക്കെ, പറവൂർ എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന 44,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. നോർമൽ ഓട്ടോ ആണ്. നോർമൽ ഓട്ടോ ആണ്. സിംഗിൾ ഓണർഷിപ്പ്, വേറെ ക്ലെയിമോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. മാനുവൽ ഡീസൽ ലോഞ്ചിറ്റ്യൂഡ്. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡ് ആണ് ഓക്കെ. ക്ലെയിം എന്തെങ്കിലും? ക്ലെയിം ഒന്നും നിലവിലില്ല. വണ്ടി വെൽ മെയിൻറ്റൈൻഡ് ആണ്. എടുത്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ഇപ്പോൾ ഇൻഷുറൻസ് എക്സ്പയർഡ് ആണ്, നമ്മൾ പുതിയതെടുത്ത് കൊടുക്കും. എത്ര വരുന്നുണ്ട് ഏകദേശം കോസ്റ്റ് ഇൻഷുറൻസിനൊക്കെ? ഇൻഷുറൻസ് ഒക്കെ ഏകദേശം ഒരു 15 ആ റേഞ്ച്, 15,000 2 ലിറ്റർ വരുന്ന എഞ്ചിനാണ്. ഒരു പ്രീമിയം സെഗ്മെന്റ് ആണ്. 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വരാ. ഡീസൽ എഞ്ചിനാണ്. അത്യാവശ്യം ഒരു ക്രെറ്റയുടെ ഒക്കെ ഒരു റേറ്റിന്, അതായത് ഇതിന്റെ പ്രൈസിംഗ് വരുന്നത് 12.5 ലക്ഷമാണ് ചോദിക്കുന്നത്. 12,50,000 2017 ലോ കിലോമീറ്റർ വാഹനമാണ്. ലോ കിലോമീറ്റർ സിംഗിൾ ഓണർ വാഹനമാണ്. ഓക്കെ, ക്ലെയിം ഒന്നുമില്ല. വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഓക്കെ, എത്ര മൈലേജ് കിട്ടും ഇതിന്? മൈലേജ് ഡിപ്പെൻസ്, നമ്മൾ ഓടിക്കുന്നവരിക്കും. എന്നാലും ഒരു ആവറേജ് കമ്പനി 10-19 ഒക്കെ പറയുന്നുണ്ട്. നമുക്കൊരു 15-16 ഒക്കെ കിട്ടും. ഫിയറ്റിന്റെ എഞ്ചിനാണ്. 2 ലിറ്റർ എഞ്ചിനാണ്. പെർഫോമൻസ് ആണ് മെയിൻലി. ഇത് കോമ്പോസിറ്റ് പെർഫോമൻസ് ശരിക്കും ഒരു അണ്ടർ റേറ്റഡ് ആണ്. ഇതൊക്കെ ഒരു സ്റ്റേജ് 1 ഒക്കെ ട്യൂൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഡീസൽ എഞ്ചിനൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോമൻസ് കിട്ടുന്നൊരു വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഒരു എന്താ പറയുക, പുതിയൊരു ക്രെറ്റയോ അങ്ങനത്തെ ഒക്കെ വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു വണ്ടി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ നോർമലി ഒരു ക്രെറ്റ ഡീസൽ 2018-19 ഒക്കെ എടുക്കുമ്പോൾ തന്നെ ആയാലും ഈ 11 lakh 11.5 ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു സെഗ്മെന്റ്, ഈ ഒരു സെഗ്മെന്റ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഒന്ന് ഉപയോഗിച്ച് പരീക്ഷിച്ച് നോക്കാം അല്ലേ? ഓരോന്നോരോന്ന് മാറ്റിയാലോ നമുക്ക് അറിയാൻ പറ്റും. അതെ. ഓക്കെ, അപ്പോൾ ലോൺ എത്ര കയറൂലേ? മാക്സിമം ലോൺ കയറും. ഇപ്പം എന്തായാലും ഒരു 10 lakh വരെയൊക്കെ എന്തായാലും ഈസി ആയിട്ട് കയറും. 10 lakh പ്ലസ് പോകുമ്പോഴത്തേക്കും IT പേ ആണെങ്കിലൊക്കെയാണ് 10 lakhന് മുകളിലേക്ക് വരുന്നത്. പക്ഷെ അതൊക്കെ എല്ലാ ഡോക്യുമെന്റേഷനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് 10+ നമുക്ക് ചെയ്യാൻ പറ്റും. മാക്സിമം ലോൺ മാക്സിമം ഇടാതിരിക്കുക, നല്ലത്. അടുത്ത വണ്ടിയിലേക്ക് അടുത്തത് Audi A4, ഒരു പ്രീമിയം കാർ വന്നു. പ്രോപ്പർ A6 ഓക്കെ, പെട്ടെന്ന് കണ്ടില്ല. KL 33 രജിസ്ട്രേഷൻ. A6 ആണ്. കുറച്ച് ഹെവിയാണ്. പറയൂ എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2011 മോഡല്, ഒറിജിനൽ കേരള കമ്പനി സർവീസ് ആണ്. പ്രോപ്പർ കമ്പനി സർവീസ്. 13 അല്ലേ പറഞ്ഞത്? 11 മോഡല്. 11 ന്യൂ ഷേപ്പ് ആണ്. വണ്ടി കണ്ടു കഴിഞ്ഞാൽ അത്രയും പഴക്കമൊന്നും തോന്നിക്കില്ല. പ്രത്യേകിച്ച് അതാണ് ഓഡിയുടെ ഒക്കെ ഒരു ആഫ്റ്റർ 2011 വരുമ്പോഴുള്ള ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഔട്ട്ഡേറ്റഡ് ആയിട്ടില്ല ഷേപ്പ്. ഇപ്പോഴും നല്ലൊരു ഇതിൽ നിൽക്കുന്നതാണ്. കമ്പനി സർവീസ്, പ്രോപ്പർ മെയിൻ്റെനൻസ്, വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് 6 സിലിണ്ടർ എഞ്ചിനാണോ? ഇത് 6 സിലിണ്ടർ വരുന്ന വണ്ടിയല്ല. അത് S-Line ആണ് 6 സിലിണ്ടർ വരുന്നത്. അതായത് BMW 520 530 ഒക്കെ പോലെ ഓഡിയിൽ A6 തന്നെ വേറൊരു സെഗ്മെന്റ് വരുന്നതാണ് 6 സിലിണ്ടർ വരുന്നത്. എത്ര ഓട്ടം കാണിക്കുന്നത്? ഇതിപ്പോൾ നിലവിൽ 88,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. സർവീസ് എല്ലാം പ്രോപ്പറായിട്ട് പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ റോട്ടിൽ 6 സിലിണ്ടർ ഒന്നും ആവശ്യമില്ല, ധാരാളമാണ്. പിന്നെ 2 ലിറ്റർ എഞ്ചിനല്ലേ, പക്ക ഒരു പ്രീമിയം ഫീല് തന്നെ കിട്ടുന്നൊരു വണ്ടിയാണ്. വണ്ടി ഭയങ്കര ഗ്രിപ്പാണത് ശരിക്കും. അത് Audi Volkswagen അങ്ങനെയാണ്. ഓവറോൾ ഒരു ഗ്രിപ്പുള്ള വണ്ടിയാണ്.
പാളിപ്പോവില്ല അല്ലേ? അതെ അതെ, പാളിപ്പോവില്ല. വണ്ടി കയ്യിൽ സ്റ്റെബിലിറ്റി ഇരുന്നങ്ങ് പോയിക്കോളും. ഇരുന്ന് പോകും. ഓക്കെ ഓക്കെ. ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ മെയിൻലി നമുക്ക് ഇതിൽ ടോപ്പ് എൻഡ് ആണ്. ഇത് ടോപ്പ് എൻഡ് ആണ്. പ്രീമിയം പ്ലസ് സൺറൂഫ് എല്ലാം വരുന്നതാണ് എടുത്ത. ഇപ്പൊ നിലവിലൊന്നും ചെയ്യണ്ട, റീസെന്റ് സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നതാണ്. അടിപൊളി. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 12.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഒറിജിനൽ കേരള കേട്ടോ. 12.5 ചോദിക്കുന്നു, നെഗോഷ്യബിൾ ആണ്. ഓക്കെ. 12,50,000 രൂപയ്ക്ക് 2011 88,000 കിലോമീറ്റർ ഓടിയ ഓഡി A6 പ്രീമിയം പ്ലസ് സ്വന്തമാക്കാം അല്ലേ? അതെ. ഓക്കെ. ലോൺ കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ? ലോൺ കിട്ടും 2011 ലോണൊക്കെ കിട്ടും. പിന്നെ ഇത് ലോൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 18 മാസത്തേക്കൊക്കെ ലോൺ കിട്ടുള്ളൂ. അപ്പോൾ EMI ഒക്കെ അത്യാവശ്യം കൂടും, ഹെവി ആയിട്ട് തന്നെ വരും. ലോൺ എടുക്കാതിരിക്കാം, ലോൺ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. കേരള വണ്ടി തന്നെയാണ്. അടുത്ത വണ്ടിയിൽ പോകാം. അടുത്ത വാഹനം നമ്മൾ കാണിക്കുന്നത് ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് കാണിക്കുകയാണ്. കാരണം സ്പെഷ്യൽ വിലയാണ് ഇതിൻ്റെത്. ഇങ്ങനത്തെ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? ചിലപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ വണ്ടികൾ അതേസമയം നല്ല രീതിയിൽ മോഡിഫൈ ചെയ്തൊരു BMW ആണ്. കണ്ടാൽ നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു മോഡൽ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ആ അവസ്ഥയിലാക്കിയിട്ടുണ്ട് വാഹനം. എന്തായാലും ഇതിപ്പോൾ KL1 തിരുവനന്തപുരം രജിസ്ട്രേഷനുള്ള ഒരു ഫാൻസി നമ്പറിൽ കൂടി വരുന്ന വാഹനമാണ്. 0005 ആണ്. എങ്ങനെയാണ് ഇതിൻ്റെ മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് കൂടുതലും ഓട്ടോ ഷോ ഒക്കെ ഇറക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു കൈൻഡിൽ പണിതിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഓക്കെ. ഇത് ശരിക്കും 2010 മോഡൽ 530D ആണ്. 530D BMW 530D 2010 ആണ്. അതെ, 2010. ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ 2023 M5ലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ലുക്ക് കണ്ടാൽ ചിലപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. M5ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ ടെയിൽ ലാമ്പൊക്കെ വരുന്നത് 7 സീരീസിന്റെ ആനിമേറ്റഡ് ടെയിൽ ലാമ്പാണ്. പിന്നെ കാൻഡൻ ഫിൽട്ടർ, പിന്നെ ലാബ് 47 സ്റ്റേജ് 1 റീമാപ്പ് ചെയ്തിരിക്കുന്നത്. 530 V6 ആണ്. ഇതിൻ്റെ ഒരു പെർഫോമൻസ് ഞാൻ അടുത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അത് സ്റ്റേജ് 1 ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ലാബ് 47 ആണ് ചെയ്തിരിക്കുന്നത്. ECU അതുപോലെ തന്നെ സ്റ്റിയറിംഗ് M സ്പോർട്ടിന്റെ പാഡൽ ഷിഫ്റ്റ് വരുന്ന M സ്പോർട്ട് സ്റ്റിയറിംഗ് ആയിട്ട് കൺവേർട്ട് മാറ്റിയിട്ടുണ്ട്. ക്ലസ്റ്റർ M സ്പോർട്ട് M5ന്റെ ക്ലസ്റ്റർ പുതിയ ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് വന്നിരിക്കുന്നത്. എല്ലാം അതെ അതെ അതെ. ഇന്റീരിയേഴ്സിന് ചെറിയൊരു ഇന്റീരിയേഴ്സിന്റെ ചെറിയൊരു വ്യത്യാസങ്ങൾ, അത് ആ 5 സീരീസ് പഴയ ഒരു ഇതാണെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പുറമേ നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പെട്ടെന്ന് പിടികിട്ടത്തില്ല. അതാണ് വണ്ടിയുടെ ഒരു മെയിൻ ഇത് വരുന്നത്. പിന്നെ ഒരു എയർ സസ്പെൻഷൻ അല്ല, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് വണ്ടി ഒരു നോർമൽ ഡെയിലി യൂസ് കണക്കാക്കിയിട്ടുള്ള ഒരു വണ്ടിയല്ല. അത് കൂടുതലും പിന്നെ നമുക്ക് ഡെയിലി യൂസ് ലെവലൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ സസ്പെൻഷനൊക്കെ മാറ്റി നമുക്ക് ഇത്തിരി ഹൈറ്റൊക്കെ ഇതിപ്പോൾ ലോവർ ചെയ്തിട്ടിരിക്കുന്നതാണ് വണ്ടി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രൈസിങ് ഇപ്പോൾ മോർ ദാൻ ഒരു 13 ലക്ഷം രൂപയുടെ എക്സ്ട്രാ അഡീഷണൽ വർക്ക് വണ്ടിക്ക് വന്നിട്ടുണ്ട്. 13 ലക്ഷം രൂപ നെറ്റ് എക്സ്ട്രാ, അതും ഇപ്പോൾ റീസെൻ്റ്ലി ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസിങ് വരുന്നത് എന്ന് പറയുമ്പോൾ ഒരു മോഹവിലയാണ്. മാർക്കറ്റ് വിലയായിട്ട് യാതൊരു ബന്ധമില്ല, ഒരു ബന്ധമില്ല. 18 lakh ആസ്കിങ് വരുന്നത്. ഇതിൻ്റെ ഒരു ഫൈനൽ റേറ്റ് പറയുമ്പോഴത്തേക്ക് 17 ഫൈനൽ പറഞ്ഞിരിക്കുന്നത്. 17 ലക്ഷം പാർക്കൻസില്ല. അതെ 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 അതെ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ടോട്ടൽ ഓവറോൾ അങ്ങനെയാണ്. നമ്മൾ മാർക്കറ്റ് വിലയായിട്ട് ഒരിക്കലും ഇതിനെ കമ്പയർ ചെയ്യരുത്. ഈ റേഞ്ചിന് 2012 മോഡലൊക്കെ 530 ഒക്കെ നോർമലി കിട്ടുന്നത് തന്നെയാണ്. പിന്നെ ഇത്രയും വർക്ക്, മെയിനായിട്ട് ഇത്രയും വർക്ക്, അതിനുള്ള കോസ്റ്റിനുള്ള സാധനങ്ങൾ വണ്ടിയിൽ അഡീഷണൽ. കേരള വണ്ടിയാണെങ്കിലാണ്. അതെ അതെ അതെ, കേരള വണ്ടിയാണെങ്കിൽ കേട്ടോ. അതെ, കേരള വണ്ടിക്ക് വണ്ടിയാണ് ചിലപ്പോൾ അതിലും കുറച്ച് കിട്ടും. അതെ അതെ അതെ. അപ്പോൾ അതൊക്കെയാണ് ഈ വണ്ടിയുടെ ഒരു ഇത് മെയിൻലി ഒരു നോർമൽ മാർക്കറ്റ് ലെവലിലുള്ള വണ്ടിയല്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു സ്പെഷ്യൽ റേറ്റ് ആണ്. നമ്മൾ കണ്ടപ്പോൾ ഒന്ന് കാണാൻ പെട്ടെന്നൊരു ആഗ്രഹം ഒന്ന് അതുകൊണ്ട് കാണിച്ചതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇങ്ങനത്തെ ബ്രാൻഡുള്ളവരുണ്ടാവും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്കോ. ഹ്യുണ്ടായി ക്രെറ്റയാണ്. KL 25 പുനലൂർ രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ക്രെറ്റയുടെ പഴയ ഷേപ്പാണ്, ഫസ്റ്റ് ഷേപ്പ് 2017 മോഡൽ. ഓക്കെ, പറഞ്ഞോളൂ. ഇത് SXO ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഓപ്ഷനല്ല, SXO 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 80 ഗിയർ ബോക്സ് ആണ് വരിക. 80 ഗിയർ ബോക്സ് 1.6 ലിറ്റർ ഡീസൽ ആണ്. ഒരു 13-15 ഒക്കെ മൈലേജ് ഉണ്ടാവും. 13-15 ആണ് ഇതിന്റെ ഒരു മൈലേജ് വരുന്നത്. ഓക്കെ, അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ്. മെയിൻലി ഇപ്പം അത്യാവശ്യം ഡിമാൻഡുള്ള ഒരു ക്രെറ്റ. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു പ്രൈസിങ് കൂടിയതുകൊണ്ട് തന്നെ വണ്ടിക്ക്, പ്രത്യേകിച്ച് പഴയ വണ്ടികൾക്ക് ഒരു എൻക്വയറി കുറച്ച് കൂടുതലുണ്ട്. അതെ, പുതിയ ഷേപ്പിനാണോ പഴയ ഷേപ്പിനാണോ? പുതിയതിനേക്കാൾ കൂടുതൽ പഴയ ഷേപ്പിലേക്ക് ആണ് കൂടുതലും ഇത് വരുന്നത്. പുതിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു സെഗ്മെന്റ് ആണ്. പ്രൈസിങ്ങിൽ വ്യത്യാസം വരുന്നുണ്ട്.
പക്ഷെ എന്നാലും പുതിയതൊരു 12-13 രൂപയൊക്കെ ഇപ്പോഴും ഓൺ റോഡ് പെട്രോൾ ഇറക്കം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതിൽ തന്നെ ഒരുപാട് വേരിയൻസ് വരുന്നുണ്ട്. 1.5 ആണ് വണ്ടി വരുന്നത്. ഇത് 1.6 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഈ എഞ്ചിൻ അത്യാവശ്യം ക്വാളിറ്റിയുള്ള എഞ്ചിനാണ്. ക്വാളിറ്റി ഉണ്ടല്ലോ. അതെ. അപ്പോൾ എത്ര ഓട്ടം പോയി? ഇത് 59,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. വലിയ ഓട്ടം ഇല്ല, വലിയ ഓട്ടം ഓടിയിട്ടില്ല. വലിയ ഡീസൽ ഓട്ടോമാറ്റിക് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അത്യാവശ്യം ഓടാൻ ഉള്ളവരാണ് എടുക്കുക. പക്ഷേ ആ ഒരു ഓട്ടം പോയിട്ടില്ല. ഒരു നോർമൽ പെട്രോൾ വണ്ടി ഓടുന്ന ഓട്ടം ഓടിയിട്ടുള്ളൂ. 17 മോഡൽ. ഇതിൻ്റെ ഒരു പ്രൈസിങ് വരുന്നത് 11,900 റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. അത് മാത്രമല്ല പിന്നെ വണ്ടിയിൽ കുറച്ച് അധികം അഡീഷണൽ ഫിറ്റിങ്സ് കയറിയിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. വണ്ടിയുടെ അഡീഷണൽ ക്രോംസ്, അതുപോലെ തന്നെ ബാക്കിലായാലും ബമ്പർ സ്കേർട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. അഡീഷണൽ കോസ്റ്റ് അത്യാവശ്യം വന്നിട്ടുണ്ട്. എന്തായാലും അത്യാവശ്യം ലുക്കിലാണ് വണ്ടി ഉള്ളത്. അത്യാവശ്യം ലുക്കാണ്. പിന്നെ ഫോഗ് ലാംപ്സ് ഒക്കെ ആഫ്റ്റർ മാർക്കറ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ. എന്തായാലും 11,900 ആസ്കിംഗ് പ്രൈസ്. ഇതെല്ലാം ഈ പറയുന്ന പ്രൈസ് എല്ലാം നെഗോഷ്യബിൾ ആണ്. അത് നമുക്ക് 11,900 2017 54,000 കിലോമീറ്റർ, 59,000 കിലോമീറ്റർ ഓടിയ ക്രെറ്റ ഓട്ടോമാറ്റിക് ഡീസൽ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു 11 ലക്ഷം ലോൺ കിട്ടും. 11 കിട്ടും. 11, 10. പിന്നെ ഞാൻ പറഞ്ഞില്ല 10-ന് മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ITPI ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നോക്കി ചെയ്യാം. അതെ. അടുത്ത മഹീന്ദ്രയുടെ XUV 300 ആണ്. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള വാഹനമാണ്. അത് മാത്രമല്ല ഇവിടെ തന്നെയാണ് രജിസ്ട്രേഷൻ. ആലുവ രജിസ്ട്രേഷൻ. 41. ഇത് പുതിയ വണ്ടി 14+ ഓൺ റോഡ് പ്രൈസ് വരും. ഡീസൽ W8 ആണ് വണ്ടി വരുന്നത്. ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ്. ഇത് നോർമലി മഹീന്ദ്ര സാധാരണ മഹീന്ദ്രയുടെ കാറുകളിലെല്ലാം ഇന്റീരിയറും എല്ലാം മൊത്തത്തിൽ വ്യത്യാസമുള്ള കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു വ്യത്യാസം ഇന്റീരിയർ, സ്പെഷ്യൽ ഇന്റീരിയർ കാണുമ്പോൾ ഒരു വ്യത്യാസം മനസ്സിലാവും. പിന്നെ വണ്ടി അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. 6 സ്പീഡ് പെർഫോമൻസ്, അത്യാവശ്യം സേഫ്റ്റി റേറ്റിംഗ് ഉണ്ട്. അതിൽ തന്നെ ചൈൽഡ് സേഫ്റ്റിയും നമ്മളെ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതലാണ്. ബാക്കി ടാറ്റ നെക്സോണൊക്കെ കൂടുതലായിരുന്നു അന്നത്തെ ടൈമിൽ. ഇത് 30,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന വണ്ടിയാണ്. മോഡൽ 2019 മോഡൽ. 30,000 കിലോമീറ്റർ ഓടിയ W8 ഡീസൽ മാനുവൽ. ഒരു 18-20 റേഞ്ച് മൈലേജ് ഉണ്ടാവും. 15 ആവറേജ് കിട്ടും. പിന്നെ 20ന്റെ ഇടയിൽ നമ്മൾ ലോങ് ഒക്കെ പോകുമ്പോഴൊക്കെ അത്യാവശ്യം മൈലേജ് കിട്ടും. അത്യാവശ്യം സ്റ്റിഫായിട്ടുള്ള ഷോക്ക് അബ്സറും കാര്യങ്ങളൊക്കെയാണ്. വണ്ടി അത്യാവശ്യം നല്ല വെയിറ്റ് താങ്ങും. കുറച്ച് വെയിറ്റ് കയറിപ്പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടിയും കംഫർട്ടബിൾ ആണ് വണ്ടി. അത്യാവശ്യം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ബോഡി ക്വാളിറ്റിയും ബിൽഡ് ക്വാളിറ്റിയും ഒക്കെ അത്യാവശ്യം കൂടുതലാണ്. പിന്നെ അധികം ഇറങ്ങിയിട്ടില്ല റോട്ടിലും. അധികം ഇതിനെപ്പറ്റി ആളുകൾക്ക് അറിഞ്ഞൂടാ. റോട്ടിൽ ജസ്റ്റ് ഇന്നായം പോലെ കാണുന്നല്ലാതെ കുറവാണ് വണ്ടി, കുറവാണ്. പക്ഷെ അതതിന്റെ എന്താണെന്നറിയില്ല. അറിയില്ല ആളുകൾക്ക് കൂടുതൽ. മഹീന്ദ്ര എപ്പോഴും അങ്ങനെ ഒരു പരിധിക്ക് മുകളിലുള്ളൊരു മഹീന്ദ്രക്ക് അല്ലെങ്കിൽ ഒരു ഫാൻ ബേസ് ഉള്ളതാണ്. ഈ ഇപ്പോൾ സ്കോർപ്പിയോ ആയാലും ബൊലേറോക്ക് ഒന്നും അധികം പരസ്യമൊന്നുമില്ല. പക്ഷെ അതൊക്കെ വേറെ. ഇത് ശരിക്കും അവരുടെ ഒരു പ്രീമിയം സെഗ്മെന്റ് പോലെ ഇറക്കിയൊരു വണ്ടിയാണ് 300. അപ്പോൾ അതിൻ്റെതായ ഒരു മാർക്കറ്റിംഗ് ഇഷ്യൂ ആയിരിക്കാം. ഓക്കെ. എന്തായാലും 19 മോഡലാണ്. ഓട്ടോ എത്ര പോയത്? ഇത് 30,000 കിലോമീറ്റർ ഓടി. വളരെ ലോ കിലോമീറ്റർ ഓടിയ ഒരു ഡീസൽ മാനുവൽ വാഹനമാണ്. കോമ്പാക്ട് SUV. എത്ര കൊടുക്കാം? ഇത് 9.5 ഇതിൻ്റെ ഒരു പ്രൈസിങ്. ആസ്കിംഗ് പ്രൈസ് 9,50,000 രൂപയ്ക്ക് ഏറ്റവും ടോപ്പ് എൻഡ് W8 മഹീന്ദ്ര XUV 300 നിങ്ങൾ സ്വന്തമാക്കുക. 2019 മോഡൽ. ഒരു 8-8.5 ലോൺ വരും. ലോൺ നല്ല പ്രൊഫൈലൊക്കെ ഉള്ള ആളാണെങ്കിൽ ഫുൾ ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഫുൾ ലോൺ കയറും. അതെ. വണ്ടിക്ക് അത്യാവശ്യം വാല്യുവേഷൻ കിട്ടുന്ന വണ്ടിയാണ്. അത്രയും സേഫ്റ്റിയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒന്നും പറയാനില്ല. പിന്നെ പെർഫോമൻസ്. അടുത്ത വണ്ടിയിലേക്ക് പോകാം. എല്ലാം ഓൾമോസ്റ്റ് എറണാകുളം ജില്ലയിൽ തന്നെയാണ്. അടുത്ത പെരുമ്പാവൂർ രജിസ്ട്രേഷനുള്ള വാഹനമാണ്. KL40 ക്രെറ്റ തന്നെ അല്ല? അതെ, ക്രെറ്റ തന്നെ. 2018 മോഡൽ, 19 രജിസ്ട്രേഷൻ. SXO ആണ്. ഓപ്ഷനിൽ മാനുവൽ ഡീസൽ. ഓക്കെ. 18 മോഡൽ, 19 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. 19 രജിസ്ട്രേഷൻ തൊട്ടാണ് വണ്ടിയുടെ 15 വർഷത്തേക്കുള്ള ടാക്സ് കാര്യങ്ങളൊക്കെ കണക്കാക്കുക. അപ്പോൾ 15 വർഷത്തേക്ക് പിന്നെ കൂട്ടിയാൽ മതി. ഇത് 6 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇതിന് മെയിൻലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ന്യൂ ഷേപ്പായിട്ട് ഫേസ് ലിഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. 2018 ലാസ്റ്റ് ആകുമ്പോൾ വണ്ടിക്ക് ഈ ഷേപ്പല്ല, ഇത് ഓൾഡ് ഷേപ്പിലാണ് വരുന്നത്. അത് അവർ അഡീഷണൽ ഫേസ് ലിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫേസ് ലിഫ്റ്റ് ചെയ്യാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ SX വരുമ്പോൾ സൺറൂഫ് വരുന്നുണ്ട്. അതിന് മുമ്പത്തെ ഷേപ്പ് ആയതുകൊണ്ട് സൺറൂഫ് ഇല്ല. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നതാണ്. 1 ലക്ഷം കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ് 1.6. ഇതിൻ്റെ ഒരു പ്രൈസിങ് 10,400 ആസ്കിങ്. നെഗോഷ്യബിൾ ആണ്. 10,25,000 ആസ്കിങ് പ്രൈസ്. നമുക്കത് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കും. 19 രജിസ്ട്രേഷൻ SX ഓപ്ഷനിൽ 1 lakh കിലോമീറ്റർ ഓടിയ ക്രെറ്റ സ്വന്തമാക്കാം. ഡീസലാണ്. ഒരു 9 lakh വരെയൊക്കെ നമുക്ക് ലോൺ ചെയ്യാം. 9 lakh. ഇത് മാനുവലിൽ എത്ര മൈലേജ് വരുന്നുണ്ട്? മാനുവൽ നമ്മൾ ഓടിക്കുന്ന പോലെ ഇരിക്കും. എന്തായാലും 15+ മൈലേജ് കിട്ടും. ലോങ് പോകുമ്പോൾ 20 ഒക്കെ കിട്ടും. ഓടിക്കുന്ന പോലെ. ഇത് 1.6 ആണ്.
അതെ, 6 സ്പീഡാണ്. അപ്പോൾ അതെ അതെ, അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് ചുമ്മാ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആവശ്യത്തിന് മാത്രം. പിന്നെ ഇവിടെ ആളുകളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ വണ്ടിയിൽ കയറി ഒരു 50 ആകുമ്പോഴേക്കും 5ാമത്തെ ഗിയർ ഇടും. ഒരിക്കലും അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ കാര്യമില്ല. നമ്മൾ ആ ഒരു RPM ഇത് വണ്ടി എൻജിൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം ചവിട്ടി പിടിക്കാതെ ഒക്കെ പോയി കഴിഞ്ഞാൽ നല്ല മൈലേജ് കിട്ടും. സ്പെഷ്യലി ഫോറിൻ കാർസിന്. നമ്മൾ ഫോറിൻ കാർസിന് കൂടുതലും ബാക്കി വരുന്ന വണ്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി വെയിറ്റ് ഒക്കെ കുറവായിരിക്കും. ഇത് ഫോറിൻ കാർസ് എന്ന് പറയുമ്പോൾ ബോഡി വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ആക്സിലറേഷൻ കൊടുത്തിട്ട് ആക്സിലേറ്റർ കാലെടുത്ത് പയ്യ ഒരു നേക്കിന് പോയി കഴിഞ്ഞാൽ നല്ല മൈലേജ്. അടുത്ത ഡസ്റ്ററാണ് KL41 ആലുവ രജിസ്ട്രേഷൻ തന്നെയാണ്. ഇത് ഡീസൽ തന്നെയാണ്. ഡീസൽ തന്നെ 1 ടൺ 2013 മോഡലാണ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ്, 88,000 കിലോമീറ്റർ കമ്പനി സർവീസ് വരുന്നൊരു വണ്ടിയാണ്. എൻ്റെ അടുത്ത ഒന്നും ചെയ്യേണ്ട 4 ബ്രാൻഡ് ന്യൂ ടയേഴ്സ്, വെൽ മെയിൻറ്റൈൻഡ് ആണ്. അത്ര കണ്ടാൽ അത്ര മോഡൽ വഴക്കൊന്നും പറയില്ല. അത്യാവശ്യം നല്ല മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ തന്നെ നിൽക്കുന്നത്. വണ്ടിയുടെ പ്രൈസിങ് വരുന്നത് 460 എന്നാൽ 2013 വണ്ടി 1 lakh പ്ലസ് ഓടിയതൊക്കെ ഒരു 3, 3.4, 3.5 റേഞ്ചിലൊക്കെ കിട്ടും. പക്ഷേ വണ്ടിയുടെ ഒരു ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. 88 ക്വാളിറ്റിയിൽ വരുന്നത്. എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യണ്ട. ഞാൻ പറഞ്ഞു 4 ബ്രാൻഡ് ന്യൂ ടയേഴ്സ്, പുതിയ ഇൻഷുറൻസ് എല്ലാം ഉള്ളതാണ്. പിന്നെ ഈ 460 എന്നുള്ളത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. നമുക്ക് ഒരു 3.5 to 4 രൂപ ലോണും കൊടുക്കാം. അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയൊരു കോമ്പാക്ട് എസ്യൂവി. അടുത്ത വണ്ടിയിലേക്ക് റെനോ കൈഗർ KL2 കൊല്ലം വണ്ടിയാണ്. നല്ല പുതിയ വണ്ടിയാണെന്ന് തോന്നുന്നു. 2023 മോഡല് വണ്ടിയാണ്. ആകെ 7000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു വർഷം കൊണ്ട് 7000 ഓടിയിട്ടുള്ളൂ. ടോപ്പ് എൻഡ് ആണ്. ടോപ്പ് എൻഡ് മാനുവൽ. ഓക്കെ. പെട്രോളാണ്. 1 ലിറ്ററാണ് എഞ്ചിൻ വരിക. ഒരു 15-17 ഒക്കെ മൈലേജ് കിട്ടും. ക്ലെയിം ഒന്നുമില്ല. വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഓക്കെ. ഈ വണ്ടിയാകുമ്പോൾ അണ്ടർ വാറണ്ടിയിൽ കമ്പനി സർവീസ് വാറണ്ടി തന്നെ നിൽക്കുന്ന വണ്ടിയാണ്. എല്ലാം ഉണ്ടാവും, സർവീസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അതേപോലെ തന്നെ വലിയ മെയിൻ്റനൻസ് കോസ്റ്റും വരില്ല. വലിയ മെയിൻ്റനൻസ് 4000-5000 അതിൻ്റെ ഉള്ളിലൊക്കെ വരുള്ളൂ. പിന്നെ പുതിയ വണ്ടി എടുക്കുന്നവർക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഒരു 2.5 ലക്ഷം രൂപയുടെ മുകളിൽ വ്യത്യാസം വരുന്നുണ്ട്. 9.5 മുകളിൽ പോകും പുതിയ വണ്ടിയുടെ വില. ഇതിപ്പോൾ 7.4 ആസ്കിംഗ് പ്രൈസ്. 7,25,000 വെറും 7000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. അതെ. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല വണ്ടി എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് ഇങ്ങോട്ട് വരാം. ഫുൾ ലോണും കിട്ടും. ട്രാക്ക് ഉണ്ടെങ്കിൽ. ഓക്കെ. അപ്പോൾ അത്രയും വാല്യുവേഷൻ വരുന്നത് തന്നെ വണ്ടിയുടെ ഒരു മാർക്കറ്റ് വ്യത്യാസം കൊണ്ടാണ്. ഓക്കെ. എന്തായാലും താല്പര്യം കോൺടാക്ട് ചെയ്യാം. അണ്ടർ വാറണ്ടി ഉള്ള വാഹനമാണ്. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തൊരു ഓൾഡ് ഷേപ്പ് i20 KL7 എറണാകുളം വണ്ടിയാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത് 2011 മോഡല് 3rd ഓണർഷിപ്പിൽ വരുന്ന 88,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നുണ്ട്. 11 സ്പോർട്സ്. ഡീസൽ സ്പോർട്സ് 1.4. വണ്ടി വെൽ മെയിൻറ്റൈൻഡ് ആണ്. വണ്ടി കണ്ടാലറിയാം. 4 ബ്രാൻഡ് ന്യൂ ടയർ ഉണ്ട്. ഇൻറ്റീരിയേഴ്സൊക്കെ ആയാലും അത്ര ക്വാളിറ്റിയിൽ തന്നെ ചെയ്തിരിക്കുന്നതാണ്. മെക്കാനിക്കലി യാതൊരുവിധ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതെല്ലാം ഗ്യാരണ്ടി. ചില വണ്ടികൾ നമ്മൾ കണ്ടാൽ ഇങ്ങനെ നോക്കി മോഡൽ ചിലപ്പോൾ എത്ര പഴയതായാലും മെയിൻലി അത് യൂസ് ചെയ്ത രീതി, അതുപോലെ തന്നെ അതിൻ്റെ ഷേപ്പ് കാര്യം. വണ്ടി ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഒരു മേജറായിട്ടുള്ള പ്രശ്നങ്ങളോ ഒന്നും പറ്റിയിട്ടില്ല. നീറ്റാണ്. ധൈര്യമായിട്ട് നമുക്കൊരു ലോ ബഡ്ജറ്റ് നോക്കുന്ന ഡീസൽ വണ്ടി നോക്കുന്നവർക്ക് പറ്റിയ ഒരു വണ്ടിയാണ്. 2.25 ലക്ഷം രൂപയാണ് അതിൻ്റെ പ്രൈസിങ്. 2011 ഡീസലാണ്. 2,75,000 രൂപ ആസ്കിംഗ് പ്രൈസ്. സ്പോർട്സ് ആണ് ഓപ്ഷൻ വരുന്നത്. സ്പോർട്സിൽ അന്ന് അലോയ്സ് വരുന്നുണ്ട്. ഓപ്ഷനിൽ അലോയ്സ് വരുന്നുണ്ട്. പിന്നെ ഇൻബിൽട്ട് മ്യൂസിക് സിസ്റ്റം, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ ഉള്ള കമ്പനി മ്യൂസിക് സിസ്റ്റം ആണ്. ഫുള്ളിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. തൊട്ട് താഴെ വരുന്ന ഒരു ഓപ്ഷനാണ്. 18-20 റേഞ്ച് മൈലേജ് ഉണ്ടാവും. 18-20 മൈലേജ് ഉണ്ടാവും. ലോങ് പോകുമ്പോൾ അതിൽ കൂടുതൽ മെയിൻലി പെർഫോമൻസ് ആണ്. ഓക്കെ. പിന്നെ ഈ ഒരു ഷേപ്പില്ലേ, ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഉണ്ട്. ഫസ്റ്റ് ഷേപ്പ് ഇഷ്ടപ്പെടുന്ന, കാരണം ബോഡി വെയിറ്റ് അത്യാവശ്യത്തിലധികമുള്ള ഒരു i20 ആണ്. i20 ഉള്ളൂ. ലൈറ്റ് ഒക്കെ ആയപ്പോഴേക്കും ശരിക്കും കുറഞ്ഞു. അതാണ് ലൈറ്റ് എന്നുള്ളൊരു പേര് വന്നത്. പിന്നെ ഇപ്പോൾ പുതിയ വണ്ടി ശരിക്കും ബോഡി വെയിറ്റ് കുറച്ച് പെർഫോമൻസ് കൂട്ടിയിട്ടാണ് പുതിയ i20 വരുന്നത്. പക്ഷെ ഇതിനൊരു സെപ്പറേറ്റ് ബേസ് ഉണ്ട്. എലൈറ്റിനാണ് ഏറ്റവും കൂടുതൽ. അതെ. ഇത് പെർഫോമൻസ് ഇതിൽ വെച്ച് നോക്കുമ്പോൾ ബോഡി വെയിറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ട്യൂൺ ചെയ്യാനും ഇതിനൊക്കെ ബെസ്റ്റ് ആണ് വണ്ടി. നല്ലോണം വേർത്തിട്ടുണ്ടല്ലേ. നല്ല ചൂട്. അങ്ങനെ നമ്മൾ ഇന്നത്തെ അവസാനത്തെ വാഹനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കിയയുടെ സെൽറ്റോസ് ആണ്. KL40 പെരുമ്പാവൂർ രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെയാണ് മനസ്സിലാത്ത ബൈക്ക് കാര്യങ്ങൾ? ഇത് 2019 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. HTX പ്ലസ്, അതായത് GT ലൈന് ടോപ്പ് എൻഡിന് തൊട്ട് താഴെ വരുന്ന വേരിയന്റ് ആണ്. ഇതിൽ GT ലൈൻ അല്ലെങ്കിൽ കൂടി HTX പ്ലസിന് വരുമ്പോൾ സൺറൂഫ് വരും, ബോഷ് മ്യൂസിക് സിസ്റ്റം വരും. ഓൾമോസ്റ്റ്
ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉണ്ടാവില്ല. പിന്നെ സീറ്റ് വെന്റിലേഷൻ ഉൾപ്പെടെ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. സീറ്റ് വെന്റിലേഷൻ ഉൾപ്പെടെയുള്ള അത്ര ഫീച്ചർ. മോഡൽ ഏതാ പറഞ്ഞത്? മോഡൽ 2019 മോഡലാണ്. 2019 മോഡലാണ്. 40,000 കിലോമീറ്റർ കൂടി കമ്പനി സർവീസ്, പ്രോപ്പർ ഷോറൂം ഹിസ്റ്ററി. ഗിയർ ബോക്സ് DCT അല്ല വരുന്നത്. അതാണ് GT ലൈനും ഇതും തമ്മിലുള്ള വ്യത്യാസം. ഇതിന്റെ സാധാരണ 80 ഗിയർ ബോക്സ് ആണ് വരുന്നത്. DCT GT ലൈന് മാത്രമാണ് 7 സ്പീഡ് DCT വരുന്നത്. എങ്ങനെയാലും ഒരു 15 മൈലേജ് ഉണ്ടാവും. 15 എന്തായാലും മൈലേജ് ഗ്യാരണ്ടി ഷുവർ ആയിട്ട് കിട്ടും. 15 ലോങ് ഒക്കെ പോകുമ്പോൾ അതിന് മുകളിൽ. പിന്നെ ക്രെട്ടയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു സെൽട്ടോസ് ഡീസൽ ഓട്ടോമാറ്റിക് വരുമ്പോൾ ഇത്തിരി കൂടി മൈലേജ് ഉണ്ട്. ഒരു എന്താ പറയാ, ഒരു ലക്ഷറി ഫീൽ കൂടും. പ്രത്യേകിച്ച് വണ്ടിയുടെ ഒരു എയറോഡൈനാമിക്സ് ഒക്കെ കുറച്ചുകൂടി അടിപൊളിയാണ്. പെർഫോമൻസ് ഓറിയന്റഡ് കാറാണ്. അതുപോലെ തന്നെ എടുത്താൽ ഒന്നും ചെയ്യണ്ട. 4 ബ്രാൻഡ് ന്യൂ ടയേഴ്സ്. ഇപ്പോൾ റീസെന്റ് മിഷലിന്റെ 4 ബ്രാൻഡ് ന്യൂ ടയേഴ്സ് എടുത്തിരിക്കുന്നതാണ്. സെക്കൻഡ് ടയറാണ്. ഫസ്റ്റ് ടയർ ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ട് സെക്കൻഡ് ടയർ കിലോമീറ്റർ ബേസിൽ ചേഞ്ച് ചെയ്ത്. ഓട്ടം 40,000 കിലോമീറ്റർ. ഇതിന്റെ ഒരു പ്രൈസിങ് വരുന്നത് 15,90,000. 15,90,000 രൂപയ്ക്ക് 2019 മോഡൽ HT X Plus. ഓക്കെ, X Plus 40,000 കിലോമീറ്റർ ഓടിയ ഡീസൽ ഓട്ടോമാറ്റിക് കിയ സെൽട്ടോസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ലോൺ മാക്സിമം നമുക്ക് 80-90% ഒക്കെ ലോൺ ചെയ്യാൻ പറ്റും തീർച്ചയായും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഡീറ്റെയിൽ. ഇനി നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ട് വീണ്ടും ചെയ്യാം. അതെ അല്ലേ? ഓക്കെ, തൽക്കാലം നമ്മൾ വിട പറയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ രേഖപ്പെടുത്താനും വിട്ടുപോകരുത്. അതേപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കാറ് വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. മാക്സിമം വിലയ്ക്ക് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങളുടെ കാറ് വിൽക്കാൻ സാധിക്കും. അപ്പോൾ മറന്നുകൊണ്ട് അതിൻ്റെ കോൺടാക്ട് നമ്പർ ഇതാ താഴെ കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ വീഡിയോയിൽ റൈറ്റ് സൈഡ് മേലെ ഉണ്ട്, മാറിപ്പോണ്ട. അപ്പോൾ കാറ് വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് താഴെ കൊടുത്ത നമ്പറിലേക്ക്, മറന്നുകൊണ്ട. ഓക്കെ, മനസ്സാദ് ഭായി. അപ്പോൾ വളരെ നന്ദി, എല്ലാവർക്കും നന്ദി. ബൈ.